മുൻ ഇറാഖി പ്രസിഡന്റ് സദ്ദാം ഹുസൈന്റെ കൊട്ടാരത്തിൽ നിന്ന് യുദ്ധകാലത്ത് മോഷ്ടിക്കപ്പെട്ട വില കൂടിയ സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട അന്വേഷണം എവിടെയും എത്താതിരിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ വീണ്ടും അത് വിവാദമായിരിക്കുകയാണ്. എന്തുകൊണ്ട് അന്വേഷണം പുറത്തുവിടുന്നില്ല എന്നാണ് ഇറാഖി സൈന്യത്തോട് അല്ലെ ഇറാഖി സർക്കാരിനോട് പ്രാദേശിക തലത്തിലുള്ള ഇറാഖിയിലെ സംഘടനകൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ ചർച്ച ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു രാജ്യത്തെ ആകമാനം നിലനിർത്താൻ പര്യാപ്തമായിരിക്കുന്ന സ്വത്തുക്കൾ ആ കാലഘട്ടത്തിൽ സദ്ദാമിന്റെ കൊട്ടാരത്തിൽ നിന്ന് അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ ആരോപിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളും വിവാദങ്ങളും ഒക്കെ ഇതിനോടനുബന്ധിച്ച് തന്നെ നടന്നിരുന്നു. ഏതാനും വർഷങ്ങൾക്കകം തന്നെ അതിന് പരിഹാരമുണ്ടാവും, പ്രതികൾ ശിക്ഷിക്കപ്പെടും, അവർ അടിച്ചു കൊണ്ടുപോയിരിക്കുന്ന മോഷ്ട വസ്തുക്കൾ എവിടെയാണ് എന്നുള്ളത് കണ്ടെത്തിയിട്ട് ഇറാഖി ഗവൺമെന്റ് തിരിച്ചേൽപ്പിക്കും എന്നൊക്കെയായിരുന്നു അന്ന് ഇറാഖിന്റെ ഭരണാധികാരിയായിരുന്ന ജോർജ് ബുഷും ഭരണകൂടവും ഇറാഖിലെ ജനങ്ങൾക്ക് ഉറപ്പു നൽകിയത്. ആ വിഷയമാണ് ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലും വിവാദമായിരിക്കുന്നത്. അടിച്ചു കൊണ്ടുപോയിരിക്കുന്ന അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട സ്വത്ത് വിവരത്തെക്കുറിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തണം എന്നുള്ളതും ഏതൊക്കെ കൊട്ടാരത്തിൽ നിന്ന് എത്രത്തോളമാണ് കൊണ്ടുപോയത് എന്നതിനെക്കുറിച്ച് വിവരങ്ങൾ നൽകണം എന്നുമാണ് ഈ സംഘടന ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇറാഖി ഗവൺമെന്റും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ അമേരിക്കയോട് പറഞ്ഞിരുന്നു, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകണം, അത് സർക്കാരിന്റെ സ്വത്താണ്, അത് തിരിച്ചു നൽകണം, വില കൂടിയ സ്വത്തുക്കളുണ്ട്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് തന്നെ സമൃദ്ധമാക്കാൻ മാത്രം പര്യാപ്തമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ കൊട്ടാരമാണ്, 40 വർഷത്തോളം ആ രാജ്യം ഭരിച്ച ഭരണാധികാരിയാണ്. തീർച്ചയായിട്ടും അവിടുന്ന് ഏതൊക്കെ തരത്തിൽ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം വളരെ വില കൂടിയ സ്വത്താണ് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ അവർ ആവശ്യപ്പെടുന്നത്. എന്നാൽ അമേരിക്ക ആ കാര്യത്തെക്കുറിച്ച് ആവാം, വിവരങ്ങൾ നൽകാം എന്ന തരത്തിലുള്ള വിവരങ്ങൾ മാത്രമേ പുറത്ത് നൽകിയിട്ടുള്ളൂ അല്ലെങ്കിൽ പറയുന്നുള്ളൂ. ഇതിലാണ് ഇപ്പോൾ സന്ദേഹം ജനിപ്പിക്കുന്നത്. അതിൽ പറയുന്നത് ദശകോടികളുടെ ഡോളറുകൾ, ദിനാറുകൾ, സ്വർണങ്ങൾ, രത്നങ്ങൾ, മറ്റ് വില കൂടിയ വസ്തുക്കൾ ഈ കൊട്ടാരങ്ങളിൽ വെച്ച് കാണാതായിരിക്കുന്നു എന്നുള്ളതാണ്. കൊട്ടാരത്തെക്കുറിച്ച് പറയുന്നു 80 മുതൽ 100 കൊട്ടാരങ്ങളെങ്കിലും ഇറാഖിന്റെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഗങ്ങളിൽ സദ്ദാം ഹുസൈൻ പണി കഴിപ്പിച്ചിട്ടുണ്ട്. അതിൽ 20 കൊട്ടാരം ലോകോത്തര നിലവാരമുള്ളതും ലോകത്തിലെ ഏറ്റവും ശക്തമായിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വില കൂടിയ കൊട്ടാരങ്ങളായി അറിയപ്പെടുന്നതുമാണ് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. ഇതിൽ എത്രത്തോളം സ്വത്തുക്കളും കാര്യങ്ങളും ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സ്വർണങ്ങൾ, രത്നങ്ങൾ, ഡോളറുകൾ പോലെയുള്ള വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളുടെ വിനിമയം നടത്താൻ പറ്റിയ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ഉണ്ട് എന്നതിനെക്കുറിച്ച് ഏകദേശം ഒരു രൂപം പോലും യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ സർക്കാരിന് നൽകാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും രാജ്യത്തിന്റെ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം കൊട്ടാരങ്ങളിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെ സൂക്ഷിക്കാറുള്ളത് എന്നുള്ള വിവരങ്ങളൊക്കെ ഇതിനിടയിലൊക്കെ പുറത്തു വന്നതാണ്. 2003 ഡിസംബർ 13 സദ്ദാം ഹുസൈനെ പിടികൂടുന്നത്. 2006 ഡിസംബർ 30 അദ്ദേഹം തൂക്കിലേറ്റുന്നത്. അപ്പൊ 2003 ഡിസംബർ 13 പിടികൂടുന്നതിന്റെ ഏതാനും ആഴ്ചകൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുമ്പോ പരമാവധി കൊട്ടാരങ്ങളൊക്കെ ഒരു പരിധിവരെ തകർക്കപ്പെട്ടിട്ടുണ്ട്. തകർക്കപ്പെടാത്തത് അമേരിക്കയുടെ സൈനികർ പിടികൂടിയിട്ടുണ്ട്, അവരുടെ അണ്ടറിലേക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ രാജകൊട്ടാരത്തിലൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ ഭരണാധികാരികളുമായിട്ട് ചർച്ച ചെയ്യുന്ന പരമാവധി മേഖലയിലൊക്കെ ഇവര് ചിത്രങ്ങൾ എടുക്കുന്നതും അത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ അന്ന് തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തു വന്നതാണ്. മാത്രവുമല്ല, ചില കൊട്ടാരങ്ങളിൽ നിന്ന് ജനങ്ങൾ തന്നെ ആ കൊട്ടാരം കയ്യേറി അതിലുള്ള വസ്തുക്കളൊക്കെ മോഷ്ടിച്ച് കൊണ്ടുപോകുന്ന ചിത്രങ്ങളും ഇതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ടായതാണ്, ആ യുദ്ധത്തോടനുബന്ധിച്ച് തന്നെ ഉണ്ടായതാണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് അത് രാജ്യ സമ്പത്തായിട്ടാണ് കണ്ടുകെട്ടേണ്ടത്. യഥാർത്ഥത്തിൽ അതിന് അമേരിക്കക്ക് സാധിച്ചിട്ടില്ല, അതല്ലെങ്കിൽ അമേരിക്ക അതിനുള്ള അവകാശമോ അധികാരങ്ങളോ നൽകിയിട്ടില്ല. പരമാവധി ഈ മേഖലയൊക്കെ അമേരിക്കൻ സൈനികർ തന്നെയായിരുന്നു. അവിടെ ഒരു ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയങ്ങളൊന്നും ഇറാഖിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കൈകാര്യം ചെയ്യുന്നതും ഈ സദ്ദാം ഹുസൈന്റെ സൈനിക മേധാവികളൊക്കെ പിടികൂടുകയോ അറസ്റ്റ് ചെയ്യുകയോ കൊല്ലുകയോ ചെയ്യുന്നതെല്ലാം അമേരിക്കൻ സൈനികരാണ്. 5000-ഓളം സൈനികരാണ് ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടത് എന്നാണ് അമേരിക്ക തന്നെ പിന്നീട് പറഞ്ഞത്. അപ്പൊ അമേരിക്ക അത് പറയണമെങ്കിൽ അതിൽ കൂടുതൽ കൊല്ലപ്പെടാനുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. അപ്പൊ ഈ സ്വത്തുക്കൾ മുഴുവനും സർക്കാരിലേക്ക് കണ്ടുകെട്ടി തിരിച്ചേൽപ്പിക്കണം എന്നുള്ളതാണ് സംഘടനയും അതോടൊപ്പം തന്നെ സർക്കാരും ഗവൺമെന്റിനും ഈ അമേരിക്കയോട് ആവശ്യപ്പെട്ടത്. അപ്പൊ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിതിയെക്കുറിച്ചുള്ള പരാമർശത്തിന്റെ ഭാഗമായിട്ട് പറയുന്നു, താജ്മഹലിൽ സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. താജ്മഹലിൽ മുംതാസിനെ അടക്കം ചെയ്ത ആ ഖബറിന്റെ മേലെ രത്നങ്ങൾ കൊണ്ട്
രത്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതും ബ്രിട്ടീഷുകാരാണ് അത് അടിച്ചു കൊണ്ടുപോയത് എന്നുള്ളത്. വില കൂടിയ ഒരുപാട് രത്നങ്ങളും പവ്യങ്ങളുമെല്ലാം ഈ ആ താജ്മഹലിന്റെ ചുറ്റുഭാഗത്ത് ഈ ഷാജഹാൻ ചക്രവർത്തിയുടെ ഭരണകാലത്ത് പതിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അത് ഖബറിന്റെ മേലെ ഉണ്ടായിരുന്നു എന്നുള്ളതും ബ്രിട്ടീഷുകാർ വന്നതോടുകൂടി അതെല്ലാം അവർ അടിച്ചു കൊണ്ടുപോയി എന്ന് വെച്ചാൽ തുരന്നുകൊണ്ട് എടുത്തു കൊണ്ടുപോയി. അതിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഇപ്പോഴും കാണാനുണ്ട് എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷമാണ് സദ്ദാം ഹുസൈന്റെ കൊട്ടാരവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം എന്ത് ചെയ്യണം, തിരിച്ചേൽപ്പിക്കണം എന്നുള്ളതാണ്. 1990 ഓഗസ്റ്റ് 2-നാണ് സദ്ദാം ഹുസൈൻ കുവൈറ്റ് പിടിച്ചെടുക്കുന്നത്. ആ പിടിച്ചെടുക്കിയതിന്റെ ശേഷം പിന്നീട് വലിയ വിഷയകാര്യങ്ങളൊക്കെ ഉണ്ടായി, സ്ഫോടനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം കുവൈറ്റ് സദ്ദാം ഹുസൈൻ ഇട്ടെറിഞ്ഞ് പോവുകയും ചെയ്തു. ഇട്ടെറിഞ്ഞ് പോയതിനോടനുബന്ധിച്ച് പിന്നീടുള്ള കാലഘട്ടം എന്ന് പറയുന്നത് 1990 ശേഷമുള്ള 2000 കാലഘട്ടം അതിനോട് ചേർന്നിട്ടുള്ള ആ 15 വർഷ കാലഘട്ടം എന്ന് പറയുന്നത് ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത പരീക്ഷണങ്ങളായിരുന്നു. ഈ പരീക്ഷണങ്ങളെ അതിജീവിക്കാൻ സാധിക്കാതെയാണ് യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി അമേരിക്കയുടെ സീനിയർ ജോർജ് ബുഷ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു. ആ ഉപരോധം വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതും, ഇറാഖിന്റെ പരമാവധി ആകാശം ഏകദേശം 65% ആകാശ മേഖലയും ഈ വ്യോമ നിരോധിത മേഖലയായിട്ട് പ്രഖ്യാപിച്ചു. അതിലൂടെ വിമാന സർവീസ് കാര്യങ്ങൾ നടത്താൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ സദ്ദാം ഹുസൈൻ അതിലൂടെ പറത്തുന്നു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വെടിവെപ്പ് ഉണ്ടാവുന്നു. പരമാവധി അറബ് രാജ്യങ്ങളുടെ മേഖലയിൽ മുഴുവനും അമേരിക്കയുടെ സൈന്യത്തെ വീണ്ടും വിന്യസിപ്പിക്കുന്നു. അങ്ങനെയാണ് ആ സംഘർഷഭരിതമായിരിക്കുന്ന സാഹചര്യങ്ങൾ അവിടെ ഈ 10 വർഷത്തിനിടെ അല്ലെ 15 വർഷത്തിനിടയിൽ ഉണ്ടാവുന്നത്. പിന്നീടാണ് യുദ്ധപ്രഖ്യാപനം ഉണ്ടാകുന്നത്. സദ്ദാം ഹുസൈൻ 2 മക്കളും രാജ്യം വിട്ടു പോകണം. 48 മണിക്കൂറാണ് അതിന് സമയം കൊടുത്തത്. അതിനിടെ രാജ്യം വിട്ടു പോകണം, അതല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകണം എന്ന് ജോർജ് ബുഷ് പ്രഖ്യാപനം നടത്തുന്നു. ഞാൻ രാജ്യം വിട്ടു പോകാൻ തയ്യാറല്ല, ഞാൻ യുദ്ധത്തിനാണ് തയ്യാറ്, ഞാൻ ജനിച്ചത് ഇവിടെയാണ്, ഇവിടെ തന്നെയാണ് മരിക്കേണ്ടത്, ഒരു രാജ്യത്തേക്കും പോകില്ല എന്ന് സദ്ദാം ഹുസൈൻ മറുപടി പറയുന്നു. ബഹ്റൈൻ ഈ സദ്ദാം ഹുസൈനും മക്കൾക്കും അഭയം നൽകാമെന്നുള്ള പ്രഖ്യാപനം നടത്തുന്നു. അങ്ങനെ യുദ്ധത്തിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു അത്. അപ്പൊ അവിടെ വെച്ച് പരമാവധി കൊട്ടാരങ്ങളെയൊക്കെ സുരക്ഷിതമാക്കുകയും ചില ഭാഗങ്ങളിലൊക്കെ, അതായത് വില കൂടിയ ചില വസ്തുക്കളൊക്കെ കൊട്ടാരത്തിൽ നീക്കം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടും അന്ന് വന്നിരുന്നു. എന്നാൽ അത് നീക്കം ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതും, അപ്പോൾക്ക് തന്നെ അക്രമത്തിലേക്ക് കാര്യങ്ങൾ പോയി. ആദ്യം തന്നെ അമേരിക്ക സദ്ദാമിന്റെ ഒരു കൊട്ടാരമാണ് തിക്രീത്തിന്റെ ഭാഗങ്ങളിൽ വെച്ച് തകർക്കപ്പെട്ടത്. അത് 8 നില കൊട്ടാരമായിരുന്നു. അതിൽ ഒരുപാട് വില കൂടിയ സ്വത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതും, ഈ തകർത്തതിന് ശേഷം അതിനുള്ളിൽ വ്യത്യസ്തമായിരിക്കുന്ന ആളുകളെയും സൈനികരെയും ഒക്കെ കണ്ടിരുന്നു. അവരൊക്കെ ഈ വില കൂടിയ വസ്തുക്കളൊക്കെ മോഷ്ടിക്കപ്പെട്ടതായിരിക്കുന്ന സംശയമുണ്ട് എന്നൊക്കെ അന്ന് ഇറാഖിന്റെ പത്രങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. പിന്നീട് അതേക്കുറിച്ച് വിവരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുവൈത്തിനെ സംബന്ധിച്ചിടത്തോളം കുവൈത്ത് പിടിച്ചെടുക്കിയതിന് ശേഷം ആ കുവൈത്തിന്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു ഗവർണറായിട്ട് ഫലസ്തീന്റെ നേതാവായിരുന്ന യാസർ അറഫാത്തിനെ പ്രഖ്യാപിച്ചു എന്നുള്ളതിൽ നിന്ന് അമേരിക്ക അല്ലെ ലോകരാജ്യങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പ്രദേശത്ത് നിന്ന് ഒരിക്കലും സദ്ദാം ഹുസൈൻ വിട്ടുപോകില്ല. കാരണം അത് ഇറാഖിന്റെ പ്രവിശ്യയിലേക്ക് കൂട്ടിച്ചേർത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനം പോലെയാണ് ഈ ഫലസ്തീന്റെ പ്രസിഡന്റ് യാസർ അറഫാത്തിനെ ഈ കുവൈറ്റിന്റെ ഗവർണറായി പ്രഖ്യാപിച്ചത് എന്ന തരത്തിലാണ്. എന്ന് വെച്ചാൽ ഇപ്പോ ഉക്രൈനിൽ എന്താണോ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചെയ്ത് സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം. ഉക്രൈനിൽ ചില പ്രദേശങ്ങളൊക്കെ പിടിച്ചെടുത്തു. ആ പിടിച്ചെടുക്കപ്പെട്ട പ്രദേശങ്ങൾ റഷ്യയോട് കൂട്ടിച്ചേർത്തതിന് ശേഷം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം നൽകാൻ വേണ്ടിയിട്ടുള്ള അനുമതി പത്രം ഉക്രൈന്റെ പൗരന്മാർക്ക് ഈ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനൊക്കെ നൽകി നമുക്കറിയാവുന്നതാണ്. സമാനമായിരിക്കുന്ന സ്ഥിതിയായിരുന്നു കുവൈറ്റിലുണ്ടായത്. ആ കുവൈറ്റിൽ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ പ്രദേശം ഞങ്ങളുടെ പ്രവിശ്യയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇവിടുത്തെ ഗവർണർ ഇന്ന ആളാണ്, കുവൈറ്റിലെ ഭരണ സംവിധാനം എല്ലാം തകർക്കപ്പെട്ടിരിക്കുന്നു. അവർ പിന്നെ ആ സമയത്തൊക്കെ കുവൈത്തിന്റെ ഭരണാധികാരികൾ ഇവിടെ സൗദി അറേബ്യയിലേക്ക് അഭയം തേടിയ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ വിഷയം എന്ന് പറഞ്ഞാൽ 20 കൊട്ടാരമാണ് വില കൂടിയത്. 80 മുതൽ 100 വരെ കൊട്ടാരങ്ങളുണ്ട്. ഭൂമിക്കടിയിലുള്ള കൊട്ടാരങ്ങളുണ്ട്. ചില കൊട്ടാരങ്ങൾ ഭൂമിക്ക് അടിയിലുള്ളതൊന്നും ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയപ്പെടുന്നു. അതിന്റെ യാഥാർത്ഥ്യമൊന്നും അറിയില്ല. ഏതോ ഭാഗങ്ങളിലൊക്കെ വ്യത്യസ്തമായിരിക്കുന്ന മലനിരക്കുകൾക്ക് അടിയിലൊക്കെ കൊട്ടാരങ്ങൾ പണിതിട്ടുണ്ട്. അതിലൊക്കെ ഇങ്ങനെ വില കൂടിയ സ്വത്തുക്കളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും വ്യക്തികളോ അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരോ അത് എടുത്തു കൊണ്ടുപോയിട്ടുണ്ടോ എന്നുള്ളതിന്റെ വിവരങ്ങളും പറഞ്ഞിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ 2006 കാലഘട്ടം, അതായത് സദ്ദാം ഹുസൈനെ തൂക്കിക്കൊല്ലുന്ന ആ കാലഘട്ടം, പിന്നീട് 2006 ശേഷമുള്ള ഒരു 5-8 കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അരക്ഷിതാവസ്ഥയായിരുന്നു. കൃത്യമായിരിക്കുന്ന ഗവൺമെന്റ് ഇല്ല, ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളില്ല, സർവ്വ മേഖലയും തകർന്നു, തൊഴിൽ മേഖല തകർന്നു, വിദ്യാഭ്യാസ മേഖല, സാമൂഹ്യ മേഖല, ആരോഗ്യ മേഖല എല്ലാം തകർന്ന ഒരു കാലഘട്ടമാണ്. മനുഷ്യർക്ക് പരസ്പരം അല്ലെങ്കിൽ ആ രാജ്യത്തെ പൗരന്മാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസമില്ലാത്ത ഒരു സ്ഥിതിവിശേഷം വന്നു. സുരക്ഷിത ബോധം നഷ്ടപ്പെട്ടു. ഈ അങ്ങാടിയിലൊക്കെ തിരിച്ചു വന്ന ആള് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് ഉറപ്പ് പറയാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വന്നു. ഈ ഒരു സാഹചര്യത്തിലും കാലഘട്ടത്തിലും ഒക്കെ അവിടെ പരമാവധി ഭരണ സംവിധാനങ്ങളെ നിയന്ത്രിച്ചു പോകുന്ന അമേരിക്കയുടെ സൈനികരാണ്. ഈ നിയന്ത്രിച്ചു പോകുന്ന ഈ കാലഘട്ടത്തിലാണ് പിന്നീട് മോശ കാര്യങ്ങളൊക്കെ നടന്നത് എന്ന് പറയപ്പെടുന്നു. ഇതിനൊന്നും യാഥാർത്ഥിക വിവരങ്ങളൊന്നും പുറത്ത് ഇപ്പോഴും വന്നിട്ടില്ല. ഏതായിരുന്നാലും പറയപ്പെടുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ മാത്രം ശക്തിയുള്ള സമ്പത്തുകൾ ഈ കൊട്ടാരങ്ങളിൽ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം സമ്പന്ന രാഷ്ട്രങ്ങളുടെ ഭൂമികയിൽ അല്ലെങ്കിൽ പേരിൽ ഈ യഥാർത്ഥത്തിൽ ഇറാഖിന്റെ പേരില്ല. അപ്പോൾ ആ രാജ്യത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്വത്തുക്കൾ കിട്ടിയാൽ തീർച്ചയായിട്ടും ഉപകരിക്കും. അതുകൊണ്ട് പ്രതികൾ ശിക്ഷിക്കണം എന്നുള്ളത് മാത്രമല്ല ഇവർ പറയപ്പെട്ട കാര്യം അടിച്ചു കൊണ്ടുപോയിരിക്കുന്ന അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ട വില കൂടിയ സ്വത്തുക്കൾ ഇറാഖിന് അവകാശപ്പെട്ടതാണ്. അത് രാജ്യത്തിന് തന്നെ തിരിച്ചു നൽകണം എന്നുള്ള കാര്യമാണ്. ഇത് എത്രത്തോളം അമേരിക്ക സമ്മതിക്കും എന്നുള്ളത് നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ.